എല്ലാവർക്കും നമസ്കാരം. ലളിതാ സഹസ്രനാമം ശ്ലോകം 27. കിരിചക്രരഥാരൂഢ ദണ്ഡനാഥ പുരസ്കൃത ജ്വാലാമാലിനികാക്ഷിപ്ത അഗ്നിപ്രാകാര മധ്യക. കിരി എന്നാൽ പന്നി. കിരിചക്രരഥം എന്നാൽ പന്നിയുടെ ആകൃതിയിലുള്ള രഥമെന്നും അഥവാ പന്നികളാൽ വലിക്കപ്പെടുന്ന രഥമെന്നും അർത്ഥമെടുക്കാം. ദണ്ഡനാഥ എന്നാൽ വരാഹി ദേവത. അർത്ഥം: കിരിചക്രരഥത്തിൽ ആരൂഢയായ അഥവാ സ്ഥിതി ചെയ്യുന്ന ദണ്ഡനാഥ ശക്തിയാൽ അകമ്പടി സേവിക്കപ്പെടുന്നവർ. കിരിചക്രരഥം 7 തട്ടുകളുള്ളതാണ്. ഈ രഥം നയിക്കുന്ന ദേവത ദണ്ഡനാഥ ശക്തിയത്രേ. ഇവിടെ ദേവിയുടെ സൈന്യാധിപത്യം വാരാഹി ദേവതയ്ക്കാകയാൽ ആ ദേവത എപ്പോഴും മുമ്പേ സഞ്ചരിക്കുന്നു. മറ്റൊരർത്ഥം ചക്രം എന്നാൽ സംസാര ചക്രം, അതായത് സൃഷ്ടിസ്ഥിതി സംഹാര രൂപമായ സംസാര ചക്രം. ഈ കിരിചക്രമാകുന്ന രഥത്തിൽ സഞ്ചരിക്കുന്ന ദണ്ഡനാഥൻ യമനെന്ന് മറ്റൊരർത്ഥം. സൃഷ്ടിസ്ഥിതി സംഹാര രൂപമായ സംസാര ചക്രത്തിൽ സ്ഥിതി ചെയ്യുന്ന യമന് അപുരസ്കൃതയാണ് ദേവി. യമന് ദേവിയുടെ മുന്നിൽ കടന്നു നിൽക്കാനാവില്ല എന്ന് മറ്റൊരർത്ഥം. 2. ജ്വാലാമാലിനികാക്ഷിപ്ത വന്യപ്രാകാര മധ്യ. വന്യപ്രാകാരം എന്നാൽ അഗ്നിമയമായ കോട്ട, പ്രാകാരം കോട്ട. അർത്ഥം: ജ്വാലാമാലിനികാ ദേവതയാൽ ആക്ഷിപ്തമായ അഥവാ സ്ഥാപിതമായ വന്യപ്രാകാരത്തിനു മധ്യേ പ്രവേശിച്ചവൾ. ഇവിടെ വന്യപ്രാകാരം സൃഷ്ടിജാലങ്ങളാണെന്ന് കരുതുന്നു. തീപ്പൊരികൾ കൊണ്ടുണ്ടാക്കപ്പെട്ടതാണ് ഈ കോട്ട. തീപ്പൊരികൾ നശ്വരങ്ങളാണ്, എന്നാൽ അഗ്നിയോ സത്യവും. ജ്ഞാനിയുടെ സ്ഥിതി അഗ്നിക്ക് തുല്യമാണ്. പ്രാപഞ്ചിക വിഷയങ്ങളാണ് തീപ്പൊരികൾ. നശ്വരങ്ങളായ പ്രാപഞ്ചിക വിഷയങ്ങൾക്ക് നടുവിൽ ജ്ഞാനി അഗ്നിയെപ്പോലെ ശാശ്വതമായ തത്വം കൈക്കൊണ്ട് അക്ഷോഭ്യനായി വർത്തിക്കുന്നു എന്ന് സാരം. മറ്റൊരർത്ഥം നോക്കിയാൽ ശക്തിയുടെ 5 ത്രികോണങ്ങളും ശിവന്റെ 4 പത്നി ത്രികോണങ്ങളും സമരസമായി മേളിക്കുമ്പോൾ ശ്രീചക്രം ഉത്ഭവിക്കുന്നു. ശ്രീചക്രത്തിന്റെ മധ്യബിന്ദുവിൽ ദേവി വിരാജിക്കുന്നു എന്ന് തന്ത്രാർത്ഥമായി പറയാം. ജ്വാലാമാലിനി തിഥിയുടെ ദേവതകളാകുന്നു. ജ്വാലാമാലിനി എന്ന പദത്തിന് മറ്റൊരർത്ഥം തീജ്വാലകൾ ചുറ്റും വീശുന്നവൾ എന്ന്. നാമങ്ങൾ: ഓം കിരിചക്രരഥാരൂഢ ദണ്ഡനാഥ പുരസ്കൃതായേ നമഃ. ഓം ജ്വാലാമാലിനികാക്ഷിപ്ത വന്യപ്രാകാര മധ്യകായേ നമഃ. എല്ലാവർക്കും സാക്ഷാൽ ജഗദംബയുടെ അനുഗ്രഹം സദാ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നന്ദി, നമസ്കാരം.